ഫ്രണ്ട്സ്, എന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പഴംപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായി ഞാനിവിടെ ഒരു 1/2 കിലോ നേന്ത്രപ്പഴം, നല്ല രീതിയിൽ പഴുത്ത പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമുക്ക് പുഴുങ്ങിയെടുത്തിട്ട് വരാം. ഈ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 1/2 കിലോ നേന്ത്രപ്പഴത്തിന് ഒരു 250 ഗ്രാമെങ്കിലും ശർക്കര എടുക്കണം എന്നാണ് നമ്മളുടെ ഒരു കണക്ക്. ഇവിടെ ഞങ്ങൾക്ക് മധുരം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഞാനിവിടെ ഒരു 150 ഗ്രാം എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നല്ല കറുത്ത ശർക്കര ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് കളർ കുറവുള്ളതാണ്. അപ്പോൾ ഞാനത് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നമ്മൾ അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടാനായിട്ട് ഒരു സ്പൂൺ നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ ഒരു പിടി നമ്മുടെ തേങ്ങയുണ്ടല്ലോ, അത് ചെറുതായിട്ട് കൊത്തുകളായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ഇതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല രീതിയിലൊന്ന് ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്രൗൺ ഷെയ്ഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നീട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കാം. ഇത് നമുക്ക് പായസ കൂട്ടിൽ കിട്ടുന്നതാണ്. അതും കൂടി നല്ല രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ട് നമുക്ക് ഒരു 2 സ്പൂണോളം പഞ്ചസാരയിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ചുക്കും അതുപോലെ തന്നെ ഒരു 3-4 ഏലക്കായും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ പുഴുങ്ങാനായിട്ട് വെച്ച പഴം നല്ല രീതിയിൽ പുഴുങ്ങി ഞാൻ മിക്സിയുടെ ജാറിൽ അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഉരുളിയോ നിങ്ങൾക്ക് ഏത് സൗകര്യം എന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്ത് വെച്ചാൽ നെയ്യുണ്ടല്ലോ, അത് ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം ഈ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് റോസ്റ്റായി കിട്ടണം. അപ്പോഴാണ് ആ പഴത്തിൻ്റെ നമ്മൾ വേവിച്ചതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി നല്ല നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. അപ്പോൾ നമ്മുടെ പഴത്തിന് നല്ലൊരു തിക്കും നല്ലൊരു കളറും ഒക്കെ കിട്ടുക. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. പുഴുങ്ങിയെടുക്കുമ്പോൾ അതിന് ശേഷം നമ്മൾ നെയ്യിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിലൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1/2 കിലോ പഴത്തിന് ഒരു 300 ഗ്രാമെങ്കിലും ശർക്കര എടുക്കണം എന്നാണ്. ഞാനിവിടെ അത്രയ്ക്ക് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കിതുപോലെ പഴം ഒന്ന് നല്ല രീതിയിലൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ആ നല്ല രീതിയിലൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. അപ്പോൾ 2-ാം പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 3/4 ഭാഗത്തോളം തേങ്ങ ചിരകിയതിൻ്റെ 2-ാം പാലാണ് ഞാനിവിടെ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ വെള്ളം ഇപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു 3/4 കപ്പോളായി ചുരുങ്ങണ വരേക്കും തിളച്ചൊന്ന് വറ്റണ വരേക്കും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നല്ല രീതിയിലൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ 1-ാം പാല് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആവണ വരേക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1-ാം പാലാണ്. 1-ാം പാല് ഞാനിവിടെ നല്ല തിക്കായിട്ടുള്ള പാലാണ്, അത് 1 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1-ാം പാലും കൂടി ചേർത്തിട്ട് 1-ാം പാൽ ചേർത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. 1-ാം പാൽ ഒഴിച്ചിട്ട് അധികം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കി വയ്ക്കാനുള്ളതാണ്. ഇപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ ചുക്കും ഏലക്കായും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. നിങ്ങൾ നല്ല കറുത്ത ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പായസത്തിന് നല്ല കളർ കിട്ടും. എൻ്റെ ശർക്കരയ്ക്ക് ഇത്തിരി കളർ കുറവാണ്, അതാണ് ഇതുപോലെ ഒരു വൈറ്റ് ക്രീമി ഷെയ്ഡിലിരിക്കുന്നത് കേട്ടോ. കറുത്ത ശർക്കര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ പഴംപ്രഥമൻ്റെ കളറ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് കടിക്കാനായിട്ട് നമ്മൾ ഏറ്റവും അവസാനം വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കിസ്മിസും ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. താങ്ക് യു.